ഈശോയുടെ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടു കൂടി നേരുകയാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവകയിലെ സെൻറ് മേരീസ് യൂണിറ്റുകാർക്കും നമ്മുടെ ഇടവകയിലെ തന്നെ സേവനം ചെയ്യുന്ന MSM കോൺവെന്റിലെ സിസ്റ്റേഴ്സിനും അവരുടെ സ്വർഗീയ മധ്യസ്ഥയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടു കൂടി നേരുന്നു. എല്ലാവരും നോക്കുന്നുണ്ട് അവർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പുതിയ സിസ്റ്റേഴ്സല്ല, ഇന്നവർ വേഷമൊക്കെ മാറി പുതിയ രൂപത്തിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ നേരുമ്പോൾ ഒരിക്കലും കൊച്ചു ത്രേസ്യ പുണ്യവതി പ്രാർത്ഥനയുടെ വേളയിൽ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മേ, ഞാൻ നിന്നേക്കാൾ ഭാഗ്യവതിയാണ്. പറയുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അമ്മേ, നീ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എന്തുമാത്രം വേദനകളുടെ നടുവിലാണ് നീ ജീവിച്ചിരുന്നത്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ ദൈവ തിരുമുമ്പിൽ മാധ്യസ്ഥം വഹിക്കുവാനോ സ്വർഗത്തിൽ ഒരമ്മയില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഇന്ന് ചെറിയ ചെറിയ വേദനകളുണ്ടെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിൽ അമ്മയായിട്ട് നീയുണ്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വേദനകളിൽ, ചെറുതും വലുതുമായ സങ്കടങ്ങളിൽ നമുക്ക് വേണ്ടി ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. അതുകൊണ്ട് നമുക്കും കൊച്ചു ത്രേസ്യ പുണ്യവതിയെ പോലെ പറയാം, അമ്മേ, ഞങ്ങൾ നിന്നേക്കാൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ, സന്തോഷത്തോടെ, വിശുദ്ധിയോടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനെ മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായിക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി തന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ രക്ഷാരഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവുമായി ഈ ബലി യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ, അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. ആമേൻ. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ
സുഹൃത്തുക്കൾക്ക് ഉൾപ്പെട്ടിയുടെ പുസ്തകങ്ങളുള്ള വായന. അധ്യായം 17. അധ്യായം 17 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായി ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്. അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും. അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രാഹം കവിണ്ണു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തു. 100 വയസ്സ് കഴിഞ്ഞവന് കുഞ്ഞ് ജനിക്കുമോ? 90 എത്തിയ സാറ ഇനി പ്രസവിക്കുമോ? അബ്രാഹം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായേൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസ്ഹാക്ക് എന്ന് വിളിക്കണം. അവനുമായി അവന്റെ സന്തതികളുമായും ഞാൻ കൃത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ഇസ്മായേലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവന്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും. അവനിൽ നിന്ന് ഞാനൊരു വലിയ ജനത പുറപ്പെടുവിക്കും. എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസ്ഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. അബ്രാഹത്തോടെ സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ശ്രദ്ധയോടെ കേൾക്കുകയും വേഗപാട് പുസ്തകത്തിനുള്ള വായന അധ്യായം 12 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. ഗുരു ആശീർവദിച്ചാൽ. മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവദിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവളെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. സുവിശേഷഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം. ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. ഇരുളകറ്റിടും വെളിച്ചം, മുറിവുണക്കിടുന്ന തൈലം. ഇരുളകറ്റിടും വെളിച്ചം, മുറിവുണക്കിടുന്ന തൈലം. സുവിശേഷമാകുന്നതായും ലോകത്തിലേകുവാൻ പോകാം. സുവിശേഷമാകുന്നതായും ലോകത്തിൽ
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1, തിരുവചനങ്ങൾ 1 മുതൽ 16 വരെ. അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. അബ്രാഹം ഇസഹാക്കിന്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിന്റെയും, യാക്കോബ് യൂദയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. താമാറിൽ നിന്ന് ജനിച്ച പേരസിന്റെയും സേറായുടെയും പിതാവായിരുന്നു യൂദ. പേരസ് ഹെസ്രോന്റെയും, ഹെസ്രോൻ ആരാമിന്റെയും പിതാവായിരുന്നു. ആരാം അമിനാദാബിന്റെയും, അമിനാദാബ് നഹ്ഷോന്റെയും, നഹ്ഷോൻ സൽമോന്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസിന്റെയും, ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഓബദിന്റെയും, ഓബദ് ജസ്സയുടെയും, ജസ്സെ ദാവീദ് രാജാവിന്റെയും പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമന്റെ പിതാവായിരുന്നു. സോളമൻ റഹോബോവാമിന്റെയും, റഹോബോവാം അബിയായുടെയും, അബിയ ആസായുടെയും പിതാവായിരുന്നു. ആസ യോസഫാത്തിന്റെയും, യോസഫാത്ത് യോറാമിന്റെയും, യോറാം ഓസിയായുടെയും, ഓസിയ യോധാമിന്റെയും, യോധാം ആഹാസിന്റെയും, ആഹാസ് ഹെസക്കിയായുടെയും, ഹെസക്കിയ മനാസയുടെയും, മനാസെ ആമോസിന്റെയും, ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു. ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യാക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ. യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിനു ശേഷം ജനിച്ച സലാത്തിയേലിന്റെയും, സലാത്തിയേൽ സൊറോബാബേലിന്റെയും പിതാവായിരുന്നു. സൊറോബാബേൽ അബിയൂദിന്റെയും, അബിയൂദ് എലിയാക്കിമിന്റെയും, എലിയാക്കിം ആസോറിന്റെയും, ആസോർ സാദോക്കിന്റെയും, സാദോക്ക് അക്കീമിന്റെയും, അക്കീം എലിയൂദിന്റെയും, എലിയൂദ് എലയാസറിന്റെയും, എലയാസർ മഥാന്റെയും, മഥാൻ യാക്കോബിന്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒത്തിരിയധികം സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണിത്. വളരെ ചെറിയ ഒരാഴ്ച കാലത്തേക്ക് നീണ്ട ഉപവാസത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒക്കെ ആ സങ്കടങ്ങൾ മാറ്റി മുഖഭാവങ്ങളിൽ സന്തോഷത്തോടുകൂടി ദേവാലയത്തിൽ വരുന്നവരെ കാണുന്ന ദിവസമാണിന്ന്. അതിനുള്ള തെളിവുകൾ ധാരാളം ഞങ്ങൾ ചിലപ്പോൾ വൈദികർ മാത്രമായിരിക്കും കേൾക്കുക. ഒരു സുഹൃത്ത് ഖത്തറിലുള്ളതാണ്. ഏതാണ്ട് 1.5 വർഷമായിട്ട് ജോലി പോയി ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പെട്ടെന്ന് കൊറോണയും തുടങ്ങി. അതോടുകൂടി ജോലി കംപ്ലീറ്റ് പോയി. കുറേ പേര് നാട്ടിലേക്കൊക്കെ പോയിരുന്നു. ഭാര്യയ്ക്ക് അവിടെ ജോലിയുള്ളത് കൊണ്ട് അവിടെ ജീവിക്കുകയാണ്. ആ സഹോദരൻ എപ്പോഴും വിളിച്ചു പറയും, അച്ഛാ ഒരു കുർബാന ചെല്ലണം, ഒരു നൊവേന ചെല്ലണം, ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയി, ഈ ഇൻ്റർവ്യൂവിനൊക്കെ പോയി എന്നൊക്കെ എപ്പോഴും വിളിച്ചു പറയും. അവസാനം ഈ 8 നോമ്പെടുത്ത് ഞാൻ ഒന്നുകൂടിയും പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു, 8 നോമ്പെടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി തിരുസഭ നമുക്ക് ഒരു നിയോഗം തന്നിട്ടുണ്ട്, കൊറോണ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കൊറോണ മാറിക്കഴിഞ്ഞാൽ കമ്പനികളെല്ലാം വീണ്ടും തുറക്കും, ചിലപ്പം ജോലി സാധ്യതയും കിട്ടും. അത് അച്ഛൻ പ്രാർത്ഥിച്ചു, ഞാനും ആ നിയോഗത്തിന് പ്രാർത്ഥിച്ചോളാം, പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ജോലി വേണമെന്ന് പറഞ്ഞ് എപ്പോഴും വിളിക്കുമായിരുന്നു. ആ സഹോദരൻ ഞായറാഴ്ച വിളിച്ചു, കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ വലിയ സന്തോഷത്തിൻ്റെ ഒരു വാർത്ത പറയുവാൻ വേണ്ടി വിളിച്ചതാണ്, എൻ്റെ ജോലി ശരിയായി, മാതാവിനോട് പ്രാർത്ഥിച്ചു, എല്ലാം ഭംഗിയായിട്ട് നടന്നു. അതുപോലെ തന്നെ ഒരു ഹൈന്ദവ സഹോദരി, അത് കാനഡയിൽ ജോലി ചെയ്യുന്ന, പഠിക്കുവാനായിട്ട് പോയി, സ്റ്റഡി വിസ കഴിഞ്ഞു, പിന്നെ അവിടെ ജോലിയില്ല, കമ്പനികളെല്ലാം പൂട്ടുകയാണ്, ഒരു ജോലിക്ക് വേണ്ടി സാധ്യതയൊന്നുമില്ല, തിരിച്ച് നാട്ടിൽ വന്ന് വീണ്ടും വർക്കിംഗ് വിസ അന്വേഷിച്ചുകൊണ്ട് തിരിച്ചു ചെല്ലാനായിട്ട് പറഞ്ഞിരുന്നു. കൂടെ താമസിച്ചിരുന്ന നമ്മുടെ ക്രിസ്തീയ പെൺകുട്ടികളോടൊപ്പം പ്രാർത്ഥിക്കുകയും മാതാവിനോട് പ്രത്യേകമായിട്ട് കൊന്തകയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരിയാണ്. അത് വീണ്ടും ഇപ്പോൾ ഒരു പുതിയ ജോലി കിട്ടിയ സന്തോഷത്തിൽ ആ വാർത്ത അറിയിക്കുകയുണ്ടായി. ആ വാർത്ത അറിയിച്ചു എന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ഞാനൊരു അമ്പലത്തിലും ഒരു കൽവിഗ്രഹത്തിൻ്റെയും മുന്നിൽ പോവുകയില്ല, ജീവനുള്ള ഒരു അമ്മ എനിക്ക് വേണ്ടി എപ്പോഴും, ജീവനുള്ള ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട് എന്ന് മറ്റുള്ളവരോട് വലിയ സാക്ഷ്യം പറയുക.
ഒരു ഹൈന്ദവ സഹോദരി 8 ദിവസം മാത്രം നീളുന്ന ചില പ്രായശ്ചിത്തത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും വേണ്ടാന്ന് വയ്ക്കുന്ന ചില നല്ല കാര്യങ്ങളുടെയും ഒക്കെ വലിയ പ്രതിഫലനം ഭൂമിയിൽ ഒത്തിരിയധികം മനുഷ്യരെ അനുഭവിച്ചു തുടങ്ങുന്ന ദിവസങ്ങളാണിത്. നമുക്കറിയത്തില്ല കൊറോണ എന്തുമാത്രം നീണ്ടുപോകുമെന്നൊന്നും. എന്താണേലും പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്ന ഒരു നല്ല കാര്യമല്ല ഭൂമിയിൽ മനുഷ്യർ മുഴുവൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് അടച്ചുപൂട്ടി ജീവിക്കണമെന്നുള്ളത്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ദൈവത്തിനു മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും. കാരണം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് മുമ്പിൽ ഈശോയ്ക്ക് അത് വേണ്ട എന്ന് പറയുവാൻ സാധിക്കുകയും. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്നത് ചില ചരിത്ര സത്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ സെപ്റ്റംബർ 8-ാം തീയതി ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഭൂമിയിൽ അമലോത്ഭവയായിട്ട് രൂപമെടുക്കുന്നത് വിശുദ്ധ അന്നയുടെ ഉദരത്തിൽ ഡിസംബർ മാസം 8-ാം തീയതിയാണ്. ഈ ഡിസംബർ 8-ാം തീയതി എങ്ങനെ സഭാ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമായി എന്ന് ചോദിച്ചാൽ, ഈ BC 19-ാം നൂറ്റാണ്ടിൽ ഹെറോദേസ് രാജാവ് ജെറുസലേം ദേവാലയം വീണ്ടും പുനർനിർമ്മിക്കുവാനായിട്ട് തറക്കല്ലിട്ട ദിവസമാണ്. യഥാർത്ഥ ദേവാലയമായ പരിശുദ്ധ അമ്മ ഭൂമിയിൽ രൂപപ്പെടാൻ തുടങ്ങിയ ദിവസവും ഡിസംബർ 8-ാം തീയതിയാണ്. അതിനുശേഷം ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിന് വളരുവാനുള്ള ആ മാസങ്ങളാണ് കണക്ക് കൂട്ടി സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ തിരുനാൾ ഒത്തിരിയധികം ചരിത്ര സത്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഇന്നത്തെ വായനയിൽ നമ്മൾ ഒത്തിരിയധികം പേരുകൾ സുവിശേഷത്തിൽ വായിച്ചു കിട്ടും. ആ വായിച്ചു കേട്ട പേരുകളെല്ലാം വിശുദ്ധരുടെയോ മഹാന്മാരുടേതൊന്നുമല്ല. അവരെല്ലാം തിന്മ നിറഞ്ഞ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ ജീവിച്ച ഒത്തിരിയധികം മനുഷ്യരുടേതുമാണ്. ആ വായനകൾ നമ്മളോട് പറയുന്നത് നമ്മുടെയും ജീവിതം എന്തുമാത്രം പാപപങ്കിലമാണെങ്കിലും, എന്തുമാത്രം മോശപ്പെട്ട രീതിയിലായിരുന്നുവെങ്കിലും നമുക്കും വിശുദ്ധിയിലേക്ക് അടുക്കുവാൻ, ദൈവത്തിൻ്റെ പക്കലേക്ക് എത്തിച്ചേരുവാൻ ഒത്തിരിയധികം സാധ്യതയുണ്ട് എന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞ 2 സാക്ഷ്യങ്ങളെ പോലെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ദൈവത്തിനു മുമ്പിൽ ഓരോ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ യഥാർത്ഥ മകനും മകളുമായി അവർക്ക് ഈ ഭൂമിയിൽ സാക്ഷി നൽകുവാനുള്ള ഉപകരണങ്ങളായി ജീവിക്കുവാൻ വേണ്ടി കൂടി പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ചരിത്ര സത്യങ്ങളും സുവിശേഷം പറയുന്ന വലിയ സത്യവുമെല്ലാം നമ്മുടെ ജീവിതത്തെയും വിശുദ്ധിയിൽ ക്രമപ്പെടുത്തുവാൻ വേണ്ടി, മറ്റുള്ളവർക്ക് സാക്ഷ്യമായിട്ട് ജീവിക്കുവാൻ വേണ്ടി അനുഗ്രഹിക്കട്ടെ എന്ന്, കൃപ ലഭിക്കട്ടെ എന്ന് നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ സഭയുടെ നിയോഗങ്ങളെയും എല്ലാ മനുഷ്യരുടെയും നിയോഗങ്ങളെ ഈ വിശുദ്ധ ബലിയിലൂടെ, നമ്മുടെ കൊച്ചു പ്രാർത്ഥനകളിലൂടെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവന്റെ പ്രിയപുത്രനാകുമെന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായി, കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും പാപിയുടെയും രൂപം ധരിച്ച മിശിഹായി, വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലിത്തയ്ക്കും, ഞങ്ങളുടെ രൂപദക്ഷിണുമായ മാർ കുര്യാക്കോസ് മെത്രാപ്പൊലിത്തയ്ക്കും, മാർ ജോസ് മെത്രാനും മറ്റെല്ലാ മെത്രാന്മാർക്കും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പ്രത്യുദ്ധരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുകയും വചനമാകുന്ന ദൈവത്തിന് ഭൂമിയിൽ ജന്മം നൽകുകയും ചെയ്ത പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാതൃകയിൽ വചനമാകുന്ന മിശിഹായെ ലോകത്തിൽ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യാമറിയത്തെ പോലെ വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദ്യ മാതാവായ ഹവ്വയുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണം വഴി രക്ഷാകർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സമർപ്പിക്കുന്നു.
കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവം സ്വീകരിക്കണമേ. അങ്ങയുടെ ഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ അമ്മയോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സർവവും ഈശ്വരനായി സമർപ്പണം ചെയ്തിടുന്ന സ്നേഹമോടെ ഞാൻ. സർവവും ഈശ്വരനായി സമർപ്പണം ചെയ്തിടുന്ന സ്നേഹമോടെ ഞാൻ. എന്റെ ദേഹവും എന്റെ ദേഹിയും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്ന സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്ന സ്നേഹമോടെ ഞാൻ. താതനും അതുപോലാത്മജനം ദിവ്യറുഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊപ്പെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുവാൻ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ ഓതാം നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ ഏകപുത്രനും സർവ്വസൃഷ്ടികൾക്കുള്ള ആദിജാതനും യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സദൈവത്തിനുള്ള സദൈവവും പിതാവിനോടുള്ള സദൈവമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ മേശയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്നേഹമായി തടവിക്കപ്പെട്ട് കഴിക്കുകയും
സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമാരുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാദിച്ചും നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളും എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച ഈ ലോകത്തിന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിന് ജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം തന്നെ ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടി. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു.
അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവമേ അവിടുന്ന് പരിശുദ്ധൻ, ബലവാനേ അവിടുന്ന് പരിശുദ്ധൻ, മിശിഹായേ അവിടുന്ന് പരിശുദ്ധൻ, സൃഷ്ടാവേ അവിടുന്ന് പരിശുദ്ധൻ. മാലാഖമാർ നിന്നെ വാഴ്ത്തുന്നു, മംഗളഗീതങ്ങൾ പാടുന്നു. മാലാഖമാർ നിന്നെ വാഴ്ത്തുന്നു, മംഗളഗീതങ്ങൾ പാടുന്നു. സർവചരാചരം നിൻ മുൻപിൽ സർവം സമർപ്പണം ചെയ്യുന്നു. ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നു ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ കുര്യാക്കോസ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും മാർ ജോസ് പിതാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സന്യസ്തർ, മിഷണറിമാർ, സെമിനാരി വിദ്യാർത്ഥികൾ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഞങ്ങളുടെ ഇടവക സമൂഹം മുഴുവന് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം യാചിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന ഞങ്ങൾ സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയെ സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. നിങ്ങൾ ശുദ്ധരെ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്ട പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിൻ കുഞ്ഞാടിനാ ഈ ഭൂമിയിൽ
ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഈ ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ. ഈ ഭൂമിനാ ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന എന്നും എന്നേരവും ആരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ള വാക്കിൽ ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരതകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വഴി നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇത് ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിനും ആത്മാക്കൾ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്കാര്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിതത്തിൽ പ്രകീർത്തിക്കുവിൻ. നമുക്കെല്ലാവർക്കും നമ്മുടെ രക്ഷകനായ മിശിഹായുടെ അക്ഷയമായ ശരീരവും അമൂല്യമായ രക്തവും സ്വീകരിക്കാം. സകലർക്കും വേണ്ടിയുള്ള മിശിഹായുടെ മരണത്തിൽ നിന്ന് നമുക്ക് ആശ്രയമില്ല. അവന്റെ ഉദ്ധാനത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. മാലാഖമാരോട് കൂടി അവനെ പാടുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എല്ലാ സ്ത്രീകൾക്കും മാതൃകയായി മറിയമേ, നീ അനുഗ്രഹീതയാകുന്നു. നിന്റെ പുത്രനെ പ്രതി നിന്റെ നാമം മഹോന്നതമാകിയാൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. സകലത്തിന്റെയും നാഥനായ നിന്റെ പുത്രന്റെ മാതാവും ദാസിയാകുവാൻ യോഗ്യയായി തീർന്ന മറിയമേ, നീ ഭാഗ്യവതിയാകുന്നു. മാലാഖമാരോട് കൂടി നിന്റെ തിരുപുത്രൻ ഹല്ലേലൂയ പാടിക്കൊണ്ട് അവിടുത്തെ തിരുശരീരങ്ങൾ നമുക്ക് സ്വീകരിക്കാം.
ജീവനെ തന്നതിന നീ എന്റെ സർവ്വവും എല്ലാറ്റിലും തേനിലും മധുരമാ യേശുക്രിസ്തു മാധുര്യമാ തേനിലും മധുരമാ യേശുക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കിയ കർത്തൻ കൃപാകരേ യേശുക്രിസ്തു മാധുര്യമാ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് അവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതയും സമർപ്പിക്കാം. അവർ വെളിവായ കാലത്തെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമുക്ക് മാതാവിൻ്റെ ലതീനെ കൂടെ ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകാം. ഒത്തിരി നാളുകളായിട്ട് നമ്മൾ വിശുദ്ധരുടെ ഒരു നൊവേനകളും പ്രാർത്ഥനകളും ഒന്നും നമ്മുടെ ദേവാലയത്തിലില്ല. ഈ ഒരു തിരുനാളോടുകൂടി പരിശുദ്ധാത്മ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ലതീനിലും കൂടെ നമുക്ക് ഭക്തിയോടെ പങ്കെടുക്കാം. ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിത്യ സൗഭാഗ്യത്തിന്റെ ഉറവിടവും അച്ചാരവുമായി ഈ കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവം യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായ മിശിഹായെ, സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകി ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിന്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണ്ണനീയമായ ഈ ദിവ്യദാനത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. മിശിഹായുടെ മാതാവായി പരിശുദ്ധ കന്യകാമറിയത്തെ തിരഞ്ഞെടുത്ത പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഇതാ നിന്റെ അമ്മ എന്ന് അരുളി ചെയ്തുകൊണ്ട് മറിയത്തെ നമുക്ക് അമ്മയായി നൽകിയ മിശിഹായെ നമുക്ക് സ്തുതിക്കാം. സ്ത്രീകളിൽ അനുഗ്രഹീതയാകുവാൻ മറിയത്തിന് ഭാഗ്യം നൽകിയ പരിശുദ്ധാത്മാവിനെ നമുക്ക് കൃതജ്ഞതയർപ്പിക്കാം. പിതാവായ ദൈവത്തിന് സ്തോത്രം ആലപിച്ചുകൊണ്ടും മിശിഹായെ കുരിശിൻ ചുവട് വരെ അനുയാത്ര ചെയ്തുകൊണ്ടും ജീവിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ സ്വർഗീയ കിരീടത്തിന് യോഗ്യരാകത്തക്ക വിധത്തിൽ ജീവിക്കുവാൻ ഈ ദിവ്യരഹസ്യങ്ങൾ നമുക്ക് ശക്തി പ്രദാനം ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ദൈവാത്മാ
മാതാവേ രക്ഷകനൂരിലംബികയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിർമ്മലമാതാവേ കരയില്ലാത്തൊരു കന്യകയേ നേർവഴി കാട്ടും ദീപശിഖേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ വിവേകമതിയാം കന്യകയേ വിശ്രുതയാം സുരകന്യകയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ കാരുണ്യത്തിൻ നിലയനമേ നീതി വിളങ്ങും ദർപ്പണമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ മാനവോത്സവനായികയേ ദൈവികമാം പരിമേ സുമമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ നിർമ്മലഗന്ധഗോപുരമേ പൊന്നിൻ പൂമണി മന്ദിരമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാഗ്ദാനത്തിൻ പേടകമേ സ്വർലോകത്തിൻ ദ്വാരകമേ പുലകാലത്തിൻ താരകമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രൂരമിയെന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ പാപിക്കവനീരാശ്രയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കേഴുന്നോർക്കു നിരന്തരമാ സാന്ത്വനമരുളും മാതാവേ ക്രിസ്തു ജനത്തിൻ പാലികയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. മാനവനിരയുടെ രാജ്ഞി ഭാവാന്മാരുടെ രാജ്ഞി ശ്രീഹന്മാരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കന്യകമാരുടെ രാജ്ഞി വന്ദനനിരയുടെ രാജ്ഞി രക്താംബികരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി ഭാരതസഭയുടെ രാജ്ഞി അമലോത്ഭവയാം രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി സ്വർഗാരോപിതരാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ പാപം പൊറുക്കേണമേ
ദൈവത്തിൻ വേഷമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേ നാഥാ, ഞങ്ങളിൽ കനിയണമേ നാഥാ, ഞങ്ങളിൽ കനിയണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. നീതിമാനായ മാർ യൗസഫിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ബലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവായ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ജോസ് പിതാവിന് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണബോധയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സുഹൃതങ്ങളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന ഞങ്ങളുടെ യൂണിറ്റുകളെയും ഞങ്ങളുടെ ഇടവകയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അമലോത്ഭവയാമാതാവേ, നിൻ പാവനപാദം ചേരുന്നു. കനകാലയമേ കന്യാമേ, പരലോകത്തിൻ വാതിൽ നീ. അമലോത്ഭവയാമാതാവേ, കനകം തിന്നീദാനങ്ങൾ നിറതന്നുകളോടെ കേഴുന്നു. കനകനിറഞ്ഞൊരു നാഥേ, വിരവോട് തൃക്കൻ പാർക്കണമേ, വിരവോട് തൃക്കൻ പാർക്കണമേ. അമലോത്ഭവയാമാതാവേ, നിൻ പാവനപാദം ചേരുന്നു. കനകാലയമേ കന്യാമേ, പരലോകത്തിൻ വാതിൽ നീ. അമലോത്ഭവയാമാതാവേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഇടവകയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയ്ക്ക് തൊട്ട് മുമ്പ് ഞാൻ ആശിഷിനോട് ചോദിച്ചു, നീ MFM കോൺവെന്റിലെ സിസ്റ്റേഴ്സിനെ കണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോഴാണ് അവർ ശരിക്കും സിസ്റ്റേഴ്സ് ആയത്. അവർ നേരത്തെ തന്നെ സിസ്റ്റേഴ്സ് ആയിരുന്നു. ഇന്ന് അവർ ഫൈനൽ വ്രതം എടുത്തതൊന്നുമല്ല. അവർ നല്ല രീതിയിൽ അവർ ഇച്ചിരി കൂടെ കഠിനമായ രീതിയിൽ ജീവിക്കാൻ പോവുകയാണ്. ഇച്ചിരി കൂടെ വിഷമമുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് വന്നിരിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ ജോജോ ചേട്ടനെ അവർക്ക് പൊക്ക് കൊടുക്കാനും സ്വീകരിക്കണമെന്നും ഒരാഗ്രഹം. പുതിയ സിസ്റ്റേഴ്സാണെന്ന് വിചാരിച്ചാണ് അവരെ സ്നേഹത്തോടു കൂടി ആ പുതിയ ജീവിതശൈലിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഇടവകയിൽ കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കുവാൻ നല്ല ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൊക്ക ഏറ്റുവാങ്ങുവാനായിട്ട് മദറിനെ ക്ഷണിക്കുന്നു. Happy feast day to
കുർബാനയ്ക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വീടുകളിൽ പോയി കഴിക്കാം. ഈ വർഷത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കൂട്ടി അടുത്ത വർഷം തരുമെന്നാണ് ജോർജ് ചേട്ടൻ അറിയിച്ചിരിക്കുന്നത്. സെന്റ് മേരീസ് യൂണിറ്റിന് ഈ വർഷത്തെ അവരുടെ ആ തുക നമ്മുടെ പള്ളിയുടെ അവസ്ഥയൊക്കെ അറിഞ്ഞുകൊണ്ട് ജോർജ് ചേട്ടനും ജോയി ചേട്ടനൊക്കെ അറിയാം. അവരത് പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ സിസ്റ്റേഴ്സിനും സെന്റ് മേരീസ് യൂണിറ്റുകാർക്കും നല്ലൊരു കൈയടി നൽകുന്നു. എല്ലാവർക്കും ഈശോ മിശിഹായിക്ക്